സിനിമയെ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അതിന് ട്രാൻസ്പെറൻസി ഇല്ല. ഒരു പ്രൊഡ്യൂസർ വന്ന് ഡിസപ്പിയർ ചെയ്യുന്നു. വേറെ എല്ലാ ഇൻഡസ്ട്രിയിലും ഒരാളെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെലക്ട് ചെയ്യും. അയാളുടെ പൈസ ഉണ്ടോ, അയാൾ ഇതിനകത്ത് യോഗ്യനാണോ എന്നൊക്കെ പറയുന്നത്. സിനിമ ഒരു കാലത്ത് ഈ ബ്ലാക്ക് മണിയെ മാറ്റിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗാംബിളിംഗ് ആയിട്ട് മാറി. ഇപ്പം തന്നെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോഴും. ഇപ്പം നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ പടം മറ്റേ അദ്ദേഹം അന്ന് 120 മില്യൺ കൊണ്ട് 7 ദിവസം കൊണ്ട് അത് 800 മില്യനായിട്ട് മാറി. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടോ? ഗാംബിളിങ്ങിന് പോലും പറ്റില്ല. അതായത് 120 800 ഒരാഴ്ച കൊണ്ട് പണം അപ്രീഷിയേറ്റ് ചെയ്തത്ര. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രിക്കും ഒരുപാട് പക്ഷേ നമ്മുടെ 800 കോടി ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ സന്ദർഭത്തിലാണ്. കാരണം അവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്. ആ ട്രാൻസ്പെറൻസിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇൻഡസ്ട്രിയിൽ ലാഭമുണ്ടോ, നഷ്ടമുണ്ടോ, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ നഷ്ടപ്പെട്ടു, എത്ര പ്രൊഡ്യൂസർമാർ കബളിപ്പിക്കപ്പെട്ടു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലേ അതിൻ്റെ ഗ്രോത്തിന്. അങ്ങനെ വരുമ്പോൾ ഈ പുറത്തു പോയി ബാങ്കിൽ നിന്ന് പണം എടുക്കുന്ന പ്രൈവറ്റ് മണീസാണ് അധികം കൊടുക്കുക. അതും 30-40% ഇൻട്രസ്റ്റ്. അതെടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ട്രാൻസ്പെറൻസി ആവശ്യമാണ്. അപ്പം നല്ല ബാങ്കുകൾക്ക് വേണം ഇത് കൊടുക്കാൻ. ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ബാങ്കുകൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് അങ്ങനെ വരുമ്പോൾ കോർപ്പറേറ്റുകൾ പണം ഉണ്ടാക്കും. ബർമാഷല്ല പണ്ട് പണം ഉണ്ടാക്കിയിരുന്നത്. ബർമാഷല് അങ്ങനെയുള്ള കോർപ്പറേറ്റുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും റിട്ടേൺ പോസിബിളാണെന്ന് വരുന്ന ഒരു സന്ദർഭം വരും. അങ്ങനെ വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നതാണ് ഈ ഇൻഡസ്ട്രിയുടെ ട്രാൻസ്പെറൻസി. ആ ട്രാൻസ്പെറൻസി ഏതൊക്കെ നിലയിൽ അതിൽ വർക്ക് വരും, വർക്ക് കൾച്ചർ ഉണ്ടാവും, അതിൻ്റെ പ്രോസസ് ഓഫ് സെലക്ഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് എല്ലാ സിനിമക്കും ഒരു പ്രീ പ്രൊഡക്ഷൻസ് ഉണ്ട്. ഈ പ്രൊഡക്ഷൻസൊക്കെ കൺസീവ് ചെയ്യണമെങ്കിലും പക്ഷേ ഇതൊക്കെ ബേസിക്കായിട്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ആക്ടിവിറ്റീസ് ആയിട്ടാണ്. മറ്റുള്ളതിനൊക്കെ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അത് അതിൻ്റേതായിട്ട് ഡിസിപ്ലിൻ നടന്നു പോകും. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. അത്രയധികം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കേരളത്തിൻ്റെ ഇൻഡസ്ട്രിക്ക് KSFDC ഞാൻ പറയാം 45 വർഷത്തിന് മുകളിലായി അത് ഇൻവെസ്റ്റ് ചെയ്തത്. അന്ന് സിനിമ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന സമയമാണ് മദ്രാസിൽ. അതിവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വി ഡിഡ് ഇറ്റ്. അതിൻ്റോടൊപ്പം തന്നെ പാരലായിട്ട് ഒരുപാട് ഫിലിം മേക്കേഴ്സ് വന്നു. അതുകൊണ്ട് അന്നൊക്കെ സ്റ്റുഡിയോ ആയിരുന്നു പ്രധാന സപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ ഫെസിലിറ്റീസ് ഇവിടെ കിട്ടിയപ്പോൾ നമ്മൾ സബ്സിഡി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അടൂരായാലും അരന്തേട്ടനായാലും പത്മരാജനാണെങ്കിലും ഭരതനാണെങ്കിലും KG ജോർജാണെങ്കിലും ഇവരെല്ലാവരും KSFDC കൂടെ വന്ന ആൾക്കാരാണ്. അത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മലയാളം. അതിന് മുമ്പ് വന്ന ആൾക്കാർ സോഷ്യലി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം കുഞ്ചാക്കോ, അത് അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പരികുട്ടി, അതും അല്ലെങ്കിൽ നമ്മളെ KT മുഹമ്മദ്, അല്ലെങ്കിൽ സേതു മാധവൻ, രാമുകരിയാട്ട്, അവരെല്ലാവരും വാസ്തവത്തിലും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. പക്ഷെ അന്ന് 10-12 സിനിമ ഉണ്ടാവുന്നുള്ളൂ. അന്ന് ഈ ക്രൈസിസ് ഇല്ല. കാരണം തമ്മിൽ ഈ 260 പടങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ ഫൈറ്റ് വരും അല്ലേ. ഈ ഫൈറ്റ് വരുമ്പോൾ ഈ റിവ്യൂസ് അതൊക്കെ ആരുടെ സൈഡിലാണ് ഫേവർ ചെയ്യുന്നത്. കണ്ടൻറ്റിൻ്റെ ധാരാളിത്തം നമ്മൾ ആർട്ടിൻ്റെ ഷിഫ്റ്റ് ഒരുപാട് നിലയിൽ ബാധിച്ചു. കാരണം മാർക്കറ്റിൽ ഒരു സാധനം, ഒരു ഉദാഹരണമായിട്ടൊരു നമുക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, ഏത് ബിസ്ക്കറ്റാപ്പം ചിലവാകുന്നത് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ് ചെയ്യുന്നത്. നല്ല ബിസ്ക്കറ്റുകൾ പലതും വരുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായിട്ട്. അങ്ങനെ വരുമ്പം അതൊരു പെയ്ഡായിട്ടുള്ള ഏരിയകൾ വരുന്നുണ്ട്. ആ പെയ്ഡായിട്ടുള്ള ഏരിയകൾ
ഇൻവേരിയബിളി വന്നേ പറ്റുള്ളൂ. അത് മാറ്റിമറിക്കാൻ പറ്റത്തില്ല നമുക്ക്. അങ്ങനെ മാറ്റി മറിക്കാതെ തന്നെ അത് വില്ല എക്സിസ്റ്റ്. പക്ഷെ നമ്മുടെ സൊല്യൂഷൻ എന്താ? ഇതിങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്, ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഗ്രോത്ത് പോയേക്കുന്നത്, ഇതിനൊക്കെ ട്രാൻസ്പെറൻസി വേണം. ഇന്നിപ്പം പണ്ട് നമുക്കറിയില്ല, ട്രെയിനിൽ ഞാൻ എത്രയോ തവണ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ടാണ് ട്രെയിനിൽ പോയത് ഇല്ലേ. അയാൾക്ക് പൈസ കൊടുത്താൽ എനിക്കൊരു ടിക്കറ്റ് കിട്ടും. ഇന്ന് ഡിജിറ്റൽ കണ്ടൻറ്റ് വന്നപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ പറ്റും. ഈ ട്രാൻസ്പെറൻസി ഈ ട്രേഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫിലിം പോളിസിയുടെ ഏറ്റവും പ്രധാന തത്വം. അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഒരുപക്ഷെ ഗവൺമെൻറ്റിനും തിരിച്ചറിയാൻ പറ്റും, ഇൻവെസ്റ്ററിനും തിരിച്ചറിയാൻ പറ്റും, എക്സിബിറ്റർക്കും തിരിച്ചറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് മറ്റുള്ള ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ല, ഇതാണ് ഫിലിം പോളിസിയുടെ. അതിനകത്ത് റിവ്യൂ വളരെ ചെറിയൊരു ഇൻസിഗ്നിഫിക്കൻറ്റ്. അത് റിവ്യൂ എന്ന് പറയുമ്പം നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതാ റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ അറിയാം, വയലൻസിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. വയലൻസാണ് ഈസിയായിട്ട് സോൾഡ് ഔട്ട് ചെയ്യാവുന്നൊരു കമ്മോഡിറ്റി ഇല്ലേ. മറ്റതിനൊക്കെ കുറേ കൂടെ സമയം വേണം ഇല്ലേ. പക്ഷെ അപ്പോൾ ഇതൊരു മെൻ്റൽ പ്രോസസ്സ് കൂടിയുണ്ട്. ഇത് ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ ഇപ്പം ഫിലിം ഫെസ്റ്റിവൽസ് ഇപ്പം പണ്ടൊക്കെ കാനായാലും മറ്റേതൊക്കെ ആണെങ്കിലും ഒരു സ്റ്റേജിന് മുമ്പ് ഞാൻ കാനിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പിറവിയുള്ളപ്പം ഞാൻ ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞ് അങ്ങ് ഈ സിനിമയെ എങ്ങനെ കാണുന്നത്, സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്ഷരങ്ങൾ പോലെ വിഷ്വലിന് സ്പിരിച്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും. അതിലേക്കുള്ള ശ്രമമാണ്. അങ്ങനെയാണ് തർക്കോസ്കി വരുന്നത്, ബർഗ്മാൻ വരുന്നത് അല്ലേ. അതങ്ങനെ ഒരു ഫൈൻഡിങ്ങാണ്. അപ്പം അതായത് അക്ഷരങ്ങൾ നമ്മളുള്ളത് കൊണ്ടല്ലേ രാമായണവും ബൈബിളും ഖുറാനൊക്കെ എഴുതി വെക്കാൻ പറ്റി. അതിന് അക്ഷരങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഉണ്ട് അല്ലേ. അക്ഷരങ്ങൾ വൃത്തികെട്ട ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൃത്തികെട്ട സംവിധാനത്തിൽ കൂടി ഭാഷ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതേസമയം രാമായണം ഇതേ അക്ഷരങ്ങളല്ലേ ഉപയോഗിച്ച് ചെയ്തു. ഇതുപോലെ ഈ വിഷ്വലിന് അത് പോസിബിളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് വിഷ്വൽ? അപ്പം അദ്ദേഹം ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേറൊരു മറുപടി, എന്തിനാ അങ്ങനെ സ്പിരിച്വാലിറ്റി നമ്മൾ കൊണ്ടുവന്നാൽ പോലും, അല്ലെങ്കിൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു കണ്ടൻറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയാണെങ്കിലും ആ കണ്ടൻറ്റുകൾ ഒരു ലിവിങ്ങിൻ്റെ എസ്തറ്റിക്സിന് വേണ്ടിയിട്ട് സിനിമ ഉപയോഗിക്കണം. ലിവിങ്ങിൻ്റെ എസ്തറ്റിക്സ് ഇല്ലേ, സിനിമ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് സൂചിപ്പിച്ചു. അപ്പം അങ്ങനെ ഒരു കണ്ടൻറ്റുകൾ നമ്മൾ എവിടെയെങ്കിലും റിവ്യൂ ചെയ്യാറുണ്ടോ? അങ്ങനെയുള്ള ഇഷ്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അങ്ങനെയുള്ള അറ്റൻഷൻസ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ടോ? ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ കണ്ട് കുറേ കണ്ടൻറ്റുകൾ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടെങ്കിലും ഇതിൻ്റെ ജേർണി ഉണ്ടല്ലോ, ആ ജേർണി അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എല്ലാത്തിനും ഒരു ജേർണി ഉണ്ട്. ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ജേർണി ഉണ്ട്, ഒരു ക്രിട്ടിക് എന്നുള്ള നിലയ്ക്ക് അയാൾക്കുണ്ടൊരു ജേർണി. അപ്പം പക്ഷേ ഈ ഫയർഫ്ലൈ ആയിട്ട് മാറിയാലോ, വെളിച്ചം കണ്ട് ഓടി വന്ന് അതങ്ങ് ചത്തുപോയാലോ, അത് ക്രിറ്റിസിസം അല്ലല്ലോ. അത് ഞാനൊരു മെറ്റഫോർ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എത്ര പേരുണ്ട്. സിനിമ എന്ന പ്രോസസ്സിനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ മാത്രമേ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാൻ, ഫിലിം ക്രിട്ടിക് ആകാൻ പാടുള്ളൂ എന്നാണോ? മറ്റത് അപ്രീഷിയേറ്റ് ചെയ്യാം. സിനിമയുടെ ഗ്രാമർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ. അല്ല, അത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞു കൊടുക്കുന്ന കണ്ടന്റുകൾക്ക് ഒരുപാട് മെച്യൂരിറ്റി വരും.
പലപ്പോഴും കാണില്ലായിരുന്നു. സാർ നേരത്തെ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റിന്റെ കേസ് പോലെ അവരൊരു ആളെ ഗൈഡ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന കുറെ ആളുകൾ കാണുമായിരിക്കും. അവർക്ക് ഒരു മോശം സാധനം പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ഇത് മോശമാണ് ഞാൻ കാണുന്നില്ല, നല്ലതാണെന്ന് പറഞ്ഞാൽ നല്ലതാണ് ഓക്കെ ഞാൻ കാണാൻ പോവാണ്, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ അവർ മാർക്കറ്റിന്റെ പ്രശ്നങ്ങളാണ് അത്. അതുകൊണ്ടാണ് അത് കൺസ്യൂമർ മാർക്കറ്റ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ മൊത്തത്തിലുള്ള വിഷ്വൽ ഫോമിൻ്റെ ഗ്രോത്ത് എടുക്കാം. സിനിമ ഒരു 110 വർഷം കണ്ടേ ആയുള്ളൂ വന്നിട്ട്. സൗണ്ട് തന്നെ വന്നിട്ട് അധികം നാളായില്ല. സൗണ്ട് വന്നതിന് ശേഷം ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ആർട്ട് ഫോം എടുക്കുകയാണെങ്കിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഗ്രോത്താണ് ഈ ആർട്ട് ഫോമിന് കിട്ടിയിട്ടുള്ളത്. മറ്റേതിനൊക്കെ 1000 വർഷം 10,000 വർഷം വരെ ഗ്രോത്തുള്ള പെയിൻറ്റിങ്ങൊക്കെ 50,000 വർഷം വരെയുള്ള ഗ്രോത്താണ് ഇല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ടൈമിൽ നമ്മൾ പറയുമ്പോൾ ഈ ഗ്രോത്ത് എങ്ങനെയാണ്? അപ്പം ആർട്ട് എന്ന് പറയുന്നത് സിനിമ ഇന്നും ഇവിടെ പഴയ പടങ്ങൾ കാണുമ്പോൾ കുറേ ആൾക്കാർ കാണാൻ പോകുന്നു അല്ലേ? നമ്മുടെ ഇല്ല, അവിടെ പോയി കണ്ടു, പടം കണ്ടു, അവർ തിരിച്ചു പോകുന്നു, വലിയ സ്ക്രീനിൽ കാണുന്നത്, അത് വലിയൊരു എക്സ്പീരിയൻസാണ്. ഒറ്റയ്ക്കിരുന്ന് കാണുന്നത്, അത് രാത്രിയിൽ ഇരുട്ടത്തിരുന്ന് കാണുന്നത്, സൈലൻസിൽ കാണുന്നത്, ഒരേ ഒരു മൊമെൻറ്റിലാണ് സൈലൻസ്. തിയേറ്ററിനകത്ത് മാത്രമേ നമുക്ക് 1 സെക്കൻഡ് സൈലൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊരു ടൂളാണ്, സിനിമ മേക്കിങ്ങിലെ ഒരു ടൂളാണ് അല്ലേ? മറ്റേ ടൂളല്ല. അത് കഴിഞ്ഞ ശേഷം ടെലിവിഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത്. അപ്പം ഈ സിനിമയുടെ കൂടെ സഞ്ചരിച്ചിരുന്ന റൈറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ക്രിറ്റിക്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ടെലിവിഷൻ വന്നപ്പോൾ എത്ര ക്രിറ്റിക്സ് വന്ന്, അത് കഴിഞ്ഞതിന് ശേഷം മാസ് മീഡിയ വന്ന് അതിന് എത്ര ക്രിറ്റിക്സ് വന്ന്, അതിനെത്ര എഡിറ്റർമാർ വന്ന് ഇല്ലേ? അപ്പോൾ അവിടെ ഒരു എഡിറ്റർഷിപ്പ് എന്ന് പറയുന്നത് മാതൃഭൂമിയോ മറ്റുള്ള കൾച്ചറൽ മാഗസിൻസിന് എഡിറ്ററുണ്ട്. ഇത് എഴുതി തന്ന ഒരാൾ ഇത് വേണോ വേണ്ടെന്ന് പ്രസിദ്ധീകരിക്കുന്ന അയാളുടെ ഡിസിഷൻ എടുത്തിരുന്നു. ഇന്നോ വല്ല എഡിറ്റർഷിപ്പ് ഉണ്ടോ? അപ്പോൾ ആരാത് പറയേണ്ടത്? അല്ല, എല്ലാ മീഡിയ. അതെ, പക്ഷേ ആദ്യം അത് വന്ന സമയത്ത് അതിൻ്റെ ഈ നമ്മൾ പറയില്ലേ ട്രഡീഷൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ട്രഡീഷൻ ഫോളോ ചെയ്യുമ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ചട്ടക്കൂടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ചട്ടക്കൂടുകളെന്ന് പറയുന്നത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ മിസ്റ്റേക്സ് ശരിയല്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചട്ടക്കൂടുകൾ വരുന്നത്. അങ്ങനെയാണല്ലോ റൂള് വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒക്കെ തന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ റൂള് വരുന്നുള്ളൂ, അതുവരെ റൂള് വരുത്തില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറയുന്നത് അവിടെ ഈ ചട്ടക്കൂടുകൾ ഈ ചെറിയൊരു പ്രോസസ്സിൽ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്താ? അതെ, സംബടി ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടൊരാളുടെ കമ്മിറ്റ്മെൻ്റ് എന്താ? സിനിമ സോഷ്യലി റെസ്പോൺസിബിളാണ്. കാരണം ഇത്രയധികം ആൾക്കാരെ സ്വാധീനിക്കുന്ന വേറൊരു ഫോമില്ല. കാരണം ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അയാൾ പറയും എനിക്ക് പറ്റില്ല എന്ന്, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും, സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാമെന്ന് പറയും. കാരണം ഈ